ജി ശ്രീജിത്തുണ്ട് കോട്ടയത്ത് നിന്നും. ശ്രീജിത്ത്, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോൺഗ്രസിന് മറുപടി നൽകാൻ കേരള കോൺഗ്രസ് കേന്ദ്രങ്ങൾ, കാരണം കേരള കോൺഗ്രസ് പേയ്മെന്റ് സീറ്റാക്കി ഒരു പ്രധാനപ്പെട്ട MLA പണം വാങ്ങി സീറ്റ് വിറ്റു. ഇതൊക്കെയാണല്ലോ കോൺഗ്രസ് പ്രാദേശികമായി ഉന്നയിക്കുന്ന ആക്ഷേപം. അതിന് കേരള കോൺഗ്രസ് ഔദ്യോഗികമായിട്ടില്ല, പക്ഷേ അനൗദ്യോഗികമായ ചില മറുപടികൾ, അതായത് ചില സ്വകാര്യ സംഭാഷണങ്ങളെങ്കിലും കോൺഗ്രസിനെതിരെ ആരോപണം തിരിച്ചുവിടുന്നുണ്ട്. എന്താണ് കേരള കോൺഗ്രസിനെതിരെ നൽകുന്ന മറുപടി, ശ്രീജിത്ത്? സജിത്ത്, പേയ്മെന്റ് ആരോപണമാണ് കുട്ടനാടുമായി ബന്ധപ്പെട്ട തുടക്കം മുതലുണ്ടായത്. അതിന്റെ കാര്യങ്ങളാണ് ശരണ്യ വിശദീകരിച്ചത്. പക്ഷെ അവിടെ ആ സീറ്റിനെ സംബന്ധിച്ച് തിരിച്ച് കേരള കോൺഗ്രസും സമാനമായ രീതിയിൽ തന്നെ ആരോപണം ഉന്നയിക്കുന്നു. അത് ഉന്നയിക്കുന്ന ആരോപണം ഈ കോൺഗ്രസ് നേതാക്കൾ, അതും സംസ്ഥാനത്തെ മാത്രമല്ല ദേശീയ തലത്തിലൊക്കെ ശ്രദ്ധ നേടിയിട്ടുള്ള പല നേതാക്കൾ പോലും പണം വാങ്ങിയാണ് ഈ സീറ്റിൽ കച്ചവടം നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ, വ്യവസായികളിൽ നിന്നടക്കം കച്ചവടം നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആരോപണമാണ്. നമുക്കതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അങ്ങനെ വ്യക്തമായി പറയാൻ കഴിയാത്തത് ഇതൊരു രാഷ്ട്രീയ ആരോപണമായി അവർ തന്നെ പ്രത്യക്ഷത്തിൽ ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ താഴെ തട്ടിൽ പരസ്പരം പഴിചാരുന്ന ഒരു ആരോപണം, അത് പേയ്മെന്റ് സീറ്റ് എന്ന തരത്തിലുള്ള ആരോപണം തന്നെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. സജിത്ത്, ഒന്നുകൂടി ചേർത്ത് വായിക്കേണ്ടത്, ഈ റെജി ചെറിയാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. ആ പദവിയിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ഈ ഇത്തരത്തിലുള്ള ആരോപണം, ഈ കുട്ടനാട് സീറ്റുമായി വിൽക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു പദവിയൊക്കെ നൽകിയത്. കാരണം കുട്ടനാട്ടിൽ നടക്കുന്നത് പലപ്പോഴും ഈ റിസോർട്ട് മുതലാളിമാർ തമ്മിലുള്ള മത്സരമാണ്. അതാണ് നേരത്തെയും കണ്ടിട്ടുള്ളത്. അപ്പൊ അതിനുവേണ്ടിയാണ് എന്നുള്ളത്, അത് നടന്നോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. പക്ഷെ ഇങ്ങനെ തന്നെയാണ് പ്രചരണം ഉണ്ടായത്. അതിനുള്ള മറുപ്രചരണമാണ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും കൗതുകകരമായുള്ളത്, ഇപ്പോൾ അനിൽ ബോസിന്റെ പോസ്റ്റ് കൂടി പുറത്തു വരുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള ആളാണ് അനിൽ ബോസ്. അദ്ദേഹം ആരോപണങ്ങൾ മറുപടി പറയുന്നത് തിരിച്ചപ്പുറത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള ആൾക്കെതിരെയാണ്. അതായത് സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന രണ്ടു പേർ തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അനിൽ ബോസ് വളരെ വിശദമായി പറയുന്നുണ്ട്, താൻ തിരിച്ച് ആരോപണം ഉന്നയിക്കുന്നില്ല, തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകളിൽ തനിക്ക് അങ്ങനെ സാധ്യതയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അനിൽ ബോസ് കുറിക്കുകൊള്ളുന്ന നിലയിൽ റെജി ചെറിയാനെ ആക്രമിക്കാനും ചില വാചകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ശ്രദ്ധേയം. അതായത് കഴിഞ്ഞ തോമസ് ചാണ്ടി രാജിവെച്ചത് ഇത്തരം ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ്. മാത്രമല്ല, റെജി ചെറിയാന്റെ ഭൂമി ഇടപാട് എന്നത് സംബന്ധിച്ച് താനല്ല പറഞ്ഞത് എന്ന് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. പത്രത്തിൽ വാർത്ത കൊടുത്തത് താനല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ കേരള കോൺഗ്രസിന്റെ തന്നെ ഒരു ഉന്നതനായ നേതാവിനെതിരെ അനിൽ ബോസ് ഫേസ്ബുക്കിൽ കുറിച്ചതിൽ, ഈ കളക്ടറേറ്റിലെ യോഗത്തിൽ നടന്നത് സലാം MLA ഉന്നയിച്ചത്, ഈ ഭൂമി ഇങ്ങനെയാണെന്ന് കണ്ടെത്തിയത്, ഇങ്ങനെ റെജി ചെറിയാനെതിരായ കുറ്റപത്രം എന്തോ അത് പരിപൂർണമായും വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് വളരെ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ് ഫലത്തിൽ ഇത് നടക്കുന്നത് എന്നുള്ളതാണ്. ഒരു പരിധിവരെ അദ്ദേഹം ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണം, തന്റെ മുന്നണിയിലെ ഒരു പാർട്ടിയിലെ അവിടെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള ഒരാളാണ് റെജി ചെറിയാൻ. പക്ഷെ അദ്ദേഹം ചില വ്യാജ മാധ്യമങ്ങൾ വഴിയൊക്കെ ഇത്തരം പ്രചരണം നടത്തുന്നുണ്ട്. ചില സൈബർ ടീം വഴി തനിക്കെതിരെ അറ്റാക്ക് നടത്തുന്നുണ്ട്. പക്ഷെ തനിക്ക് മാധ്യമപ്രവർത്തകരുമായി, താനാണ് റെജി ചെറിയാനെതിരായ വാർത്തകൾ പുറത്തുവിടുന്നതെന്ന് ആരോപിക്കുമ്പോൾ തനിക്ക് മാധ്യമങ്ങളുമായി അങ്ങനെ ഒരു ബന്ധമല്ല, താൻ അങ്ങനെ പുറത്തുവിട്ടിട്ടില്ല എന്ന് മാത്രമാണ് പറയുന്നത്. മാത്രമല്ല, ഒരു ഓൺലൈൻ മാധ്യമത്തോടൊപ്പം റെജി ചെറിയാൻ ഇരിക്കുന്ന, അതിന്റെ മാധ്യമ പ്രവർത്തകനൊപ്പം ഇരിക്കുന്ന ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ഓൺലൈൻ മാധ്യമത്തിൽ പ്രചരണം നടക്കുന്നത്. അതിന് പിന്നിൽ റെജി ചെറിയാനാണ് എന്ന ആരോപണം ഉന്നയിക്കുകയാണ്. ഫലത്തിൽ കുട്ടനാട്ടിൽ തീവാർന്ന പോരാട്ടം നടക്കുന്നു. അത് ആ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടം ആണ് എന്നുള്ളത് ഒരു കാര്യമാണ്. രണ്ട്, അവർ നേരിട്ട് ഏറ്റുമുട്ടുകയാണ്, പരസ്പരം ചെളിവാരി എറിയുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഈ വിഷയത്തിൽ. എന്തായാലും പേയ്മെന്റ് സീറ്റ് വിവാദം ഒന്നാമത്തെ വിവാദമായി അവിടെ ഇപ്പോഴും പരസ്പരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ കൂടി കുട്ടനാട് സംഭവിക്കുന്നത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ഈ നീക്കം ശ്രദ്ധേയമാണ്. ശ്രീജിത്ത് തുടരുക. നമുക്ക് നോക്കാം കുട്ടനാടിന്റെ പൊതുരാഷ്ട്രീയം എന്താണ് അവിടുത്തെ പേയ്മെന്റ് വിവാദം എന്ന കാര്യം. നോക്കൂ, ഇടത് വലത് മുന്നണികളിൽ കേരള കോൺഗ്രസുകൾ മത്സരിച്ചിരുന്ന സീറ്റെന്ന പ്രത്യേകതയാണ് ഈ കുട്ടനാട് സീറ്റിന് ഉള്ളത്. കുട്ടനാട് സീറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്, അതായത് കോൺഗ്രസിനും CPM-നും ഏറ്റവും മികച്ച സംഘടനാ ശേഷിയുള്ള മണ്ഡലം ആണ് പ്രധാനമായും കുട്ടനാട്. കാരണം CPM-നെ സംബന്ധിച്ച് കർഷക സമരങ്ങൾക്കൊക്കെ പേരുകെട്ട
കുട്ടനാട് ആ പേരിൽ തന്നെയുള്ള ഒരു മണ്ഡലം അവർക്ക് മത്സരിക്കണമെന്ന ആവശ്യമുണ്ടാവും. സംഘടനാ തലത്തിൽ CPM-നും വലിയ നെറ്റ്വർക്കുള്ള ഇടമാണ്, കോൺഗ്രസിനും അങ്ങനെ തന്നെയാണ്. കോൺഗ്രസിനും സംഘടനാ തലത്തിൽ ശേഷിയുള്ള ഇടമാണ്. പക്ഷേ എന്തുകൊണ്ടോ ഏതൊക്കെയോ കാരണത്താൽ അവിടെ കേരള കോൺഗ്രസുകളാണ് കാലങ്ങളായി മത്സരിച്ച് വന്നിരുന്നത് എന്നതാണ്. അത് നേരത്തെ ഇടതുമുന്നണിയിലും ജോസഫ് ഗ്രൂപ്പായിരുന്നു, അതേസമയം UDF-ൽ കേരള കോൺഗ്രസ് മാണി വിഭാഗമായിരുന്നു. പിന്നീട് ഇരു ഗ്രൂപ്പുകളും മുന്നണി മാറ്റം സംഭവിക്കുമ്പോഴും അതങ്ങനെ തുറന്നുപോയി. ഇതിനിടയിലാണ് തോമസ് ചാണ്ടിയുടെ കടന്നുവരവ്. തോമസ് ചാണ്ടി കടന്നു വന്ന് തോമസ് ചാണ്ടി സ്വതന്ത്രൻ, അദ്ദേഹം DIC ബാനറിൽ അവിടെ മത്സരിച്ച് വിജയിക്കുന്നു. തുടർന്നത് NCP ആവുന്നു, അദ്ദേഹം ഇടതു മുന്നണിയിൽ വരുന്നു. ആ കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും കാര്യമായ കേരള കോൺഗ്രസ് ബന്ധമില്ലാത്ത ഈ പ്രദേശത്ത് ഹോട്ടൽ മുതലാളിയെ കുട്ടനാടിൽ മത്സരിപ്പിക്കാൻ നീക്കം, ഇതാണ് പ്രധാനമായും നേരത്തെ ശരണ്യ സൂചിപ്പിച്ചതുപോലെ ഈ വിവാദങ്ങൾക്ക് അടിസ്ഥാനമായ ഒരു കാരണം. കാരണം കാര്യമായ ആ പ്രാദേശികമായോ കേരള കോൺഗ്രസ് കേന്ദ്രങ്ങളുമായോ ബന്ധമില്ലാത്തൊരു വ്യക്തി പെട്ടെന്ന് പാർട്ടിയുടെ നേതൃനിരയിലേക്ക് ഉയർന്നു വരുന്നു. ഒടുവിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം, ആ നീക്കമാണ്, പ്രഖ്യാപനങ്ങളൊന്നുമില്ല, പക്ഷേ നീക്കം അങ്ങനെ തന്നെ എന്നതാണ് ആക്ഷേപം. പണം വാങ്ങി സീറ്റ് നൽകിയെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നു. ഒപ്പം ഇടതുമുന്നണിയിൽ ഈ സീറ്റ് ഏറ്റെടുക്കുമെന്ന ആവശ്യം CPM-ൽ കൂടി ശക്തമായ ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നതാണ് ചുരുക്കത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് അവസാനമായി ഒരു കാര്യം കൂടി നോക്കാം. ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശരണ്യ, ഒരു കാര്യം കൂടി, ഒടുവിൽ ഈ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് ഒരു മുന്നണിക്ക്, ഒരു കക്ഷിക്ക് സീറ്റ് കൊടുക്കുന്നു. അത് ഒരുപക്ഷെ കോൺഗ്രസിനാവാം, അതല്ലെങ്കിൽ കേരള കോൺഗ്രസിനാവാം. എന്തായാലും നിലവിലെ സൂചനയിൽ കോൺഗ്രസ് ഒരുപക്ഷെ ആ സീറ്റ് ഏറ്റെടുത്തേക്കും, അങ്ങനെ ചില സൂചനകൾ വരുന്നുണ്ട്. വസ്തുത എന്തായാലും അത് സംഭവിക്കട്ടെ. ഒരു കാര്യം ഉറപ്പല്ലേ, ഇപ്പോഴത്തെ തർക്കം സീറ്റ് മുന്നണികൾക്കിടയിലെ വിജയത്തിന് വേണ്ടിയല്ല, മുന്നണിക്കകത്തെ കക്ഷികൾ തമ്മിലാണ് പരസ്പരം പോരും അടിക്കുന്നത് സീറ്റ് പിടിക്കാൻ വേണ്ടി. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ ഇത് വലിയ കാലുവാരലുകൾക്കും തർക്കങ്ങൾക്കും കൂടി ഇടവെക്കില്ലേ? അത് UDF-ന്റെ പൊതുവിലുള്ള സാധ്യതയെ കുട്ടനാട്ടിൽ സ്വാധീനിക്കാൻ സാധ്യത കൂടിയില്ലേ ശരണ്യ? ഇത് സജിത്ത്, ഇതിനത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് രണ്ട് കൂട്ടരും കാലുവാരൽ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമായി കുട്ടനാട് മാറും എന്നുള്ളതാണ്. അതായത് LDF-നും UDF-നും. കാരണം LDF-നെ സംബന്ധിച്ചിടത്തോളം CPI-യുമായി വളരെ വലിയ തർക്കം, ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലുള്ള ഒരു തർക്കം CPI ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു CPM-നെ സംബന്ധിച്ച് സംഘടനാ പ്രശ്നങ്ങൾ വലിയ തോതിലുണ്ട്, ഇതുവരെ പരിഹരിക്കാനായില്ല. CPM വിട്ടുപോയ CPI-യിലേക്ക് പോയ ആളുകൾ വലിയ തോതിൽ ഇത്തവണ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ അവരുടേതായിട്ടുള്ള രീതി അവിടെ കാണിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പുറത്തോട്ട് വരികയാണെങ്കിൽ, തിരിച്ച് റെജി ചെറിയാന്റെ വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ, റെജി ചെറിയാൻ സ്ഥാനാർത്ഥിയിലേക്ക് വരുമെങ്കിൽ ഉറപ്പായും സജിത്ത് സൂചിപ്പിച്ച പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ ഒരു റിസ്ക് കോൺഗ്രസ് എടുക്കുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അതിന് കോൺഗ്രസ് അനുവദിക്കുമോ, UDF എടുക്കുമ്പോൾ കോൺഗ്രസ് അനുവദിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഒരു സീറ്റ് നിലവിലത്തെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തിന് അത്ര ഗുണകരമായ സീറ്റ് അല്ല കുട്ടനാട് എന്നുള്ളത് തന്നെ പറയാം. കാരണം മുഖ്യമന്ത്രി തന്നെ ആലപ്പുഴയിൽ വന്ന് പങ്കെടുത്ത സമ്മേളനത്തിൽ, തെരഞ്ഞെടുപ്പ് വിലയിരുത്തുന്ന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട സീറ്റുകൾ, അതായത് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പരാജയ സാധ്യത ഉള്ള സീറ്റുകൾ എന്ന് പറഞ്ഞതിൽ ഒന്ന് കുട്ടനാടാണ്. അപ്പോൾ ഈ കുട്ടനാട് എന്നതിനെ സംബന്ധിച്ച് നിലവിൽ എല്ലാ കക്ഷികളെയും കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുന്ന ജനങ്ങളുള്ള ഒരു ഇടമാണ്. അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. ഒപ്പം തന്നെ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ മുന്നണികളും അവരുടെ ഒരു പേയ്മെന്റ് സീറ്റ് പോലെ പരീക്ഷണത്തിന് വിട്ടു നൽകുന്ന ഒരു ഇടമായി ഈ സ്ഥലം, പ്രത്യേകിച്ച് ഇടതുപക്ഷം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് അത് കർഷക തൊഴിലാളികളുടെ മണ്ണാണ്. ഈ ഒരു ഇടത് വേരോട്ടത്തിന് ഏറ്റവും അധികം നിർണായകമായ സംഭാവനകൾ നൽകിയ രക്തസാക്ഷികളുള്ള ഒരു ഇടമാണ്. അവിടെയാണ് ഇടതുപക്ഷം ഇപ്പോൾ തോമസ് ചാണ്ടി പോയി അത് കഴിഞ്ഞ് സ്വന്തം സഹോദരൻ, ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഇടതുപക്ഷം കാണിക്കുന്ന പോലെ അവർ സ്വന്തം സഹോദരന് അടുത്ത സീറ്റ് വീണ്ടും കൊടുക്കുകയാണ്. വീണ്ടും കൊടുക്കുമെന്ന് അദ്ദേഹം ഒരു വിജയമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും ആ സീറ്റ് വീണ്ടും കൊടുക്കുമെന്നുള്ള നിലപാടിലേക്ക് വന്നു നിൽക്കുന്നു. അവിടെ UDF-ന് കുറെ കൂടെ പ്രതീക്ഷ, നല്ലൊരു സ്ഥാനാർത്ഥിയെ ഇറക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരാളെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അവിടെ UDF-ന് കിട്ടാവുന്നൊരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് കുട്ടനാടിന് UDF-ന് നല്ല പിന്തുണ കിട്ടിയ ചരിത്രമുള്ള ഇടം കൂടിയാണ്. അപ്പോൾ ഡോക്ടർ KC ജോസഫൊക്കെ മത്സരിച്ചിരുന്ന സമയത്ത് സ്ഥിരമായി അത് UDF-ന്റെ മണ്ഡലമായി നിന്നിരുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ തോമസ് ചാണ്ടിയിലൂടെ ഒരു മാറ്റം കൊണ്ടുവരികയും അത് ഒരു തവണ കുട്ടനാട്ടുകാർ തോമസ് ഇപ്പോൾ പരീക്ഷിച്ചു. പക്ഷേ അടുത്ത തവണ അത്ര അനുകൂലമായ ഒരു സാഹചര്യം അദ്ദേഹത്തിന് അവിടെ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. BJP-ക്ക് വലിയ മുന്നേറ്റം അവർ
ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ് കുട്ടനാട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ നല്ലൊരു കാൻഡിഡേറ്റിനെ ഇട്ടാൽ ഒരുപക്ഷെ UDFന് കിട്ടാവുന്ന ഒരു സീറ്റ് ഇപ്പോൾ അത് തുടക്കത്തിൽ തന്നെ വളരെ മോശം അവസ്ഥയിലേക്ക് അതിൻ്റെ കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. നേരത്തെ ശ്രീജി സൂചിപ്പിച്ചത് തന്നെയാണ്. 2 റിസോർട്ട് മുതലാളിമാർ തമ്മിലുള്ള ഒരു മത്സരമായി കുട്ടനാട് പോലെയുള്ള വളരെയധികം പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലത്തെ മാറ്റുമ്പോൾ അവിടുത്തെ ജനം എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. ഒരുപക്ഷെ തുഷാർ വെള്ളാപ്പള്ളി മത്സരത്തിന് ഇറങ്ങുമെന്ന് പറയുന്ന ഒരു ഇടം കൂടിയാണ്. മടുത്ത് ജനം ഇനി അവർ ഒരു തുഷാറൊക്കെ BDJS ലോഞ്ച് ചെയ്ത സമയത്ത് 41,000 വോട്ട് പിടിച്ചൊരു മണ്ഡലമാണ് കുട്ടനാടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് അവർ നല്ലൊരു സ്ഥാനാർത്ഥി എത്തിച്ചാൽ BJPക്ക് പോലും ഒരു ശക്തമായ ത്രികോണ മത്സരം അല്ലെങ്കിൽ BDJS കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് എല്ലാ മുന്നണികൾക്കും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ അവരൊരു പേയ്മെന്റ് സീറ്റ് എന്ന് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ 2 സ്ഥാനാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ പോകുന്നത്. എന്തായാലും അത് UDFന് ഒട്ടും ഗുണകരമായ ഒരു പോക്കല്ല. LDFും അത്ര നല്ല രീതിയിലുള്ള ഒരു അവസ്ഥയിലല്ല അവിടെ എന്ന് നമുക്ക് പറയാം. സജിത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമാണ് കുട്ടനാട്ടിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. കുട്ടനാട്ടിൽ പേയ്മെന്റ് സീറ്റ് വിവാദമാണ് ഉയരുന്നത്. ഇത് UDFനകത്താണ് വലിയ തർക്കങ്ങൾക്ക് ഇടവയ്ക്കുന്നത് എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ വിഷയത്തിൽ വലിയ നീക്കങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കണം. എന്തായാലും UDFന്റെ സീറ്റ് വീതം വെപ്പ് എങ്ങനെ ആർക്ക് നൽകുമെന്നത് കൂടി ഈ തർക്കത്തെ ആശ്രയിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.